മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിന്റേത്. സമീപകാലത്ത് മോശം സിനിമകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും നിരവധി വിമർശനങ്ങൾ മോഹൻലാൽ ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ മികച്ച സിനിമകളാണ് ഇനി മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രമാണ് ബറോസ്. ഒരു ഫാന്റസി ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ ബഡ്ജറ്റിൽ 3Dയിലാണ് റിലീസിന് ഒരുങ്ങുന്നത്. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററിലെത്തും. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമായിട്ടാണ് തരുൺ മൂർത്തി ചിത്രം തുടരും റിലീസിനൊരുങ്ങുന്നത്. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. 2025 ജനുവരി 30-ന് ചിത്രം തിയേറ്ററിലെത്തും. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാനിൽ വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്. 2025 മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യും. മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോയായ സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം. ചിത്രം 2025 ഓഗസ്റ്റ് 28-ന് തിയേറ്ററിലെത്തും. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലായിരിക്കും റിലീസിനെത്തുക. ഒക്ടോബർ 16-ന് ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് പുതിയ വിവരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.